ഇറാൻ ഐക്യരാഷ്ട്രസഭയോട് പരാതിപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ പോകുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽസും അയച്ചു. ആദ്യം 5 ബാലിസ്റ്റിക് മിസൈൽസ് വരുന്നു എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. എന്നാൽ സെക്കൻഡ് വേവ് ഓഫ് ബാലിസ്റ്റിക് മിസൈൽസ് വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞതും ഇസ്രായേൽ ജനങ്ങളെല്ലാം ഷെൽട്ടറിലേക്ക് പോകാനും ആവശ്യപ്പെട്ടു. ഇതുപോലെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് മുഴുവനും ഇസ്രായേലിലുള്ള ജനങ്ങൾക്ക് ഒരു സൈറൻ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ചില സ്ഥലങ്ങളിൽ സൈറൻ മുഴങ്ങാതെ തന്നെ ബാലിസ്റ്റിക് മിസൈൽസ് വന്ന് വീണതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഫൂട്ടേജസും റിലീസായിട്ടുണ്ട്. ഈ ഫൂട്ടേജസ് എല്ലാം നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാട്സ്ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഈ സൈറൻ മുഴങ്ങാതെ ടെല്ലവീവ്, ഹൈഫ പോലുള്ള പ്രദേശങ്ങളിൽ മിസൈൽസ് വന്ന് വീണത് ഇസ്രായേലിന് അടുത്ത ഒരു പ്രശ്നം തന്നെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ടെല്ലവീവ്, ഹൈഫ വീണ്ടും ഈ 2 സ്ഥലങ്ങളും ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഒന്നിലധികം കെട്ടിടങ്ങൾക്ക് നേരെ ഈ ഒരു ആക്രമണങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. 11 പേർക്ക് പരിക്കേറ്റതായി വിവരങ്ങൾ വരുന്നു. 10 ലൊക്കേഷൻസിൽ ഈ ഷാർപ്നേഴ്സ് വീണതുകൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം വളരെ എളുപ്പത്തിൽ ഇറാൻ ഇസ്രായേലിന് നേരെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന് ഇതൊരു വലിയ തിരിച്ചടിയാണോ? ഇസ്രായേലിനെ തന്നെ അവർ തടസ്സപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഇസ്രായേൽ ചെയ്തത് ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി. ഇറാന്റെ മുഴുവൻ വ്യോമസേനയെയും അവിടെ അവസാനിപ്പിച്ചു. അടുത്ത് ഇസ്രായേൽ ചെയ്തത് അവരുടെ കപ്പൽ സേനയ്ക്കെതിരെയുള്ള ആക്രമണം നടത്തി. ഇപ്പോൾ ഇസ്രായേൽ ചെയ്തത് അമേരിക്കയുമായി ചേർന്ന് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ആക്രമിച്ചു. ഇവയെല്ലാം വലിയ നാശനഷ്ടം വരുത്തിവെക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ മറുഭാഗത്ത് ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ചില കെട്ടിടങ്ങൾ പൂർണ്ണമായും നശിക്കുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത്. അതും ഇവർ ആക്രമിച്ച പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ മൊസാദിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ്, അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഹബിനെ ആക്രമിച്ചു. അപ്പോൾ ഇറാന്റെ തുടർ ആക്രമണം ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇതിനെയും തടയാനായി അടുത്തൊരു ആക്രമണം നടത്താൻ തയ്യാറാകും. ഇതിനകം ഇസ്രായേൽ പറഞ്ഞിരുന്നു, അമേരിക്കയുമായുള്ള ഒരു ഏകോപന ആക്രമണം അവസാനിച്ചു, ഇനി ഞങ്ങൾ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ പോവുകയാണ്, അതും തുടർച്ചയായ ഒരു ആക്രമണമായിരിക്കുമെന്നും പറഞ്ഞു. ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ ഇറാൻ ഐക്യരാഷ്ട്രസഭയോട് അവരുടെ സുരക്ഷാ കൗൺസിലിൽ പരാതിപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു അറ്റാക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഒരു രാജ്യത്തിനെതിരെ ഇത്ര വലിയൊരു ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ഐക്യരാഷ്ട്രസഭ ഉടൻ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടണം. അടിയന്തരമായി മീറ്റിംഗ് വിളിച്ചുകൂട്ടി അമേരിക്ക, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്, അവരെ എങ്ങനെ അവസാനിപ്പിക്കാം, ഇതെങ്ങനെ നിർത്തണം, ഈ തീരുമാനങ്ങളെല്ലാം എടുക്കണമെന്നുള്ള അഭ്യർത്ഥന നടത്തി. ഇവിടെ അമേരിക്കയിൽ തന്നെ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് 2 രീതിയിലുള്ള വിഭജനമാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനത്തിന് സപ്പോർട്ട് അറിയിക്കുന്ന, പിന്തുണ അറിയിക്കുന്ന കോൺഗ്രസ് സഭ. മറ്റൊന്ന്, കോൺഗ്രസിന്റെ അനുവാദമേ ഇല്ലാതെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ ഒരു ആക്രമണം നടത്താൻ ഏത് തരത്തിലുള്ള അധികാരവും ഡൊണാൾഡ് ട്രംപിന് ഇല്ല. ഉടൻ തന്നെ കോൺഗ്രസ് സഭ വിളിച്ചുകൂട്ടണം. അതിൽ ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കണം. ഇങ്ങനെ ഈ കോൺഗ്രസ് സഭ പാർട്ടിയിൽപ്പെട്ട പലരും അവരുടെ അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതും അവർ ഈ അഭിപ്രായം തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഈ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇതിലൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇതെല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ചെയ്തത് വലിയൊരു കുറ്റകൃത്യമെന്ന്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് പറഞ്ഞൊരു കാര്യം, വി ഹാവ് എവർലാസ്റ്റിംഗ് കോൺസിക്വൻസസ്, ഇറാൻ റിസോഴ്സ് ഓൾ ഓപ്ഷൻ ടു ഡിഫെൻഡ് എന്നാണ്. എവർലാസ്റ്റിംഗ് കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ ഇത് ഒരു തുടർ യുദ്ധമായി മാറുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്ക ഒരു ലൂപ്പിലാണ് വന്ന് അകപ്പെട്ട് കിടക്കുന്നത്. ഡെഡ് എൻഡ് ഇല്ലാത്ത ഒരു ലൂപ്പിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത്. കാരണം അറബ് രാജ്യങ്ങളിൽ ഒരു പ്രശ്നമുണ്ടായാൽ, അവിടെ ഒരു റെജീം ചേഞ്ച് സംഭവിച്ചാൽ, ഇപ്പോൾ അയത്തുള്ള ഖമേനിക്ക് പകരം മറ്റൊരാൾ ഇറാനിലേക്ക് വന്നാൽ പോലും ഈ ഒരു പ്രശ്നം അടുത്ത ജനറേഷനിലേക്ക് ഇങ്ങനെ ബാധിക്കും. അതായത് ഇതൊരു ഈഗോ ആയി മാറും. 2 രാജ്യങ്ങൾക്കും ഒരു സമാധാനമില്ലാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നം കാലപ്പോക്കിൽ വീണ്ടും വീണ്ടും അവിടെ ഒരു വലിയ പ്രശ്നമായി മാറുകയും അതൊരു റീജിയണൽ വാറായി മാറാനുള്ള സാധ്യതയുണ്ട്. അറബ് രാജ്യങ്ങളെല്ലാവരും ഈ റീജിയണൽ വാറിൽ അകപ്പെടുകയാണെങ്കിൽ ആ സമയം ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരാൻ തുടങ്ങും. ഇവയെല്ലാം താങ്ങാനുള്ള പവർ ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്പോഴില്ല എന്നും പറയുന്നു. ഇപ്പോഴുള്ള സമ്പദ് വ്യവസ്ഥയിൽ ചെറിയൊരു വിള്ളൽ, ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടായാൽ പോലും അടുത്ത ലോകരാജ്യങ്ങളുടെ വളർച്ച പല വർഷത്തേക്ക് പിന്നിലേക്ക് പോകും എന്ന് എല്ലാവരുടെയും ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സമയത്ത് ഇറാൻ അവരുടെ അടുത്ത അറ്റാക്ക് വളരെ സ്ട്രോങ് ആയി ചെയ്യുകയാണെങ്കിൽ, അതായത് ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ
ഈ സ്ഥലങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളത്തിനെതിരെ ആക്രമണം നടത്തിയാൽ ഇതൊരു എസ്കലേഷനായി എന്നാണ് അർത്ഥം. അടുത്തത്, 2 രാജ്യങ്ങളിലൂടെ വളരെ സമാധാനമായി പോവുകയാണ്. ഒന്ന് ചൈന, മറ്റൊന്ന് റഷ്യ. ഈ രാജ്യങ്ങൾ ഇതുപോലെ സമാധാനമായിരുന്നാൽ പ്രശ്നമില്ല. കാരണം ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചു. ഇസ്രായേൽ തുടർന്ന് ഈ ഒരു ആക്രമണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ശരി. എന്നാൽ അമേരിക്കയ്ക്കെതിരെ റഷ്യ, ചൈന ഒരുമിച്ച് ചേരുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളും ഈ യുദ്ധത്തിൽ ഉണ്ടാകും, ഇറാന് സപ്പോർട്ടായി ഞങ്ങളുടെ ഈ സേന, ഇന്റലിജൻസ് എല്ലാം ഉണ്ടാകുമെന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ 2 രാജ്യങ്ങളിൽ ഒരു രാജ്യം ഏതെങ്കിലും ഒരു അറിയിപ്പ് നൽകിയാൽ പോലും ഈ പ്രശ്നം അടുത്ത ഘട്ടത്തിൽ നോക്കി പോകാൻ തുടങ്ങും. ഇസ്രായേലിൽ ഇപ്പോൾ ഇറാൻ നടത്തിയ ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം കാരണം എമർജൻസി ടീം അവിടെ വന്നതായും സൈറൺ മുഴങ്ങാത്തത് കൊണ്ട് അയൺ ഡോമിൽ വീണ്ടും ഒരു സംശയം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങൾ പറഞ്ഞത് ഉടൻ തന്നെ ഒരു ചർച്ചയിലൂടെ ഡിപ്ലോമസി വഴി ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥന നടത്തി. ഇവർ ഇങ്ങനെയാണ് അവരുടെ അഭ്യർത്ഥന നടത്തിയെങ്കിൽ വീണ്ടും മറ്റു പല രാജ്യങ്ങൾ പറഞ്ഞത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു കോർഡിനേറ്റഡ് അറ്റാക്ക് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിനവർ എതിർത്തിട്ടുണ്ട്. അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കിയാൽ ക്യൂബ, ചിലി, മെക്സിക്കോ, വെൻസുല. ഈ 4 രാജ്യങ്ങളും അമേരിക്ക ചെയ്തതിന് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. അതുമാത്രമല്ല, ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഈ ഒരു നീക്കങ്ങൾ അത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന് തന്നെ എതിരാണ്. അതിനാൽ എല്ലാ രാജ്യങ്ങളും ഒന്നിക്കണം. അത്തരം ഒരു അഭ്യർത്ഥനയും മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ വീണ്ടും നിശബ്ദമായിരിക്കുന്ന ഒരു രാജ്യം തുർക്കിയാണ്. ഇറാൻ ഇത്ര വലിയ അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തുർക്കിയാണെങ്കിൽ ഞങ്ങൾ ഇറാന് സപ്പോർട്ടായി പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ തുർക്കി അമേരിക്കയുടെ ഈ അറ്റാക്കിന് ഏത് രീതിയിലുള്ള വിമർശനവും അറിയിച്ചിട്ടില്ല. പറഞ്ഞു വന്നാൽ പാകിസ്ഥാനെ പോലെ വളരെ സൈലന്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അപ്പോൾ തുർക്കി അകത്തേക്ക് വന്ന് ഇറാന് സപ്പോർട്ടായി കളമിറങ്ങുമോ എന്ന് ചോദിച്ചാൽ പേർഷ്യ, ഈ ഭാഗത്ത് ഒട്ടോമൻ സാമ്രാജ്യം, ഇവ ഒരുമിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഷിയ സുന്നി പ്രശ്നം കാരണമാണ് പാകിസ്ഥാൻ ഇറാനിൽ പ്രതികാരം വീട്ടുന്നത് എന്നുള്ള മറ്റൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഷിയ സുന്നി എന്ന പ്രശ്നവും വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റ് മുഴുവനും അത് തീയായി പടരാനുള്ള സാധ്യതയുമുണ്ട്. ഷിയ സുന്നി പ്രശ്നം മിഡിൽ ഈസ്റ്റിൽ പടരാൻ തുടങ്ങിയാൽ അത് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ആയി തന്നെ മാറും. അതിനിപ്പോൾ അടിത്തറയിട്ടൊരു പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. അതായത് ഇറാനെ സഹായിക്കാത്ത അറബ് രാജ്യങ്ങൾ. ഏതൊക്കെ അറബ് രാജ്യങ്ങളാണോ ഇറാനെ സഹായിക്കാത്തത്, നാളെ അവർക്കൊരു പ്രശ്നമുണ്ടായാൽ മറ്റു രാജ്യങ്ങൾ സഹായിക്കില്ല എന്നൊരു അഭിപ്രായവും വളർന്നു വരുന്നുണ്ട്. ഷിയ രാജ്യങ്ങൾ സുന്നി രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തതും സുന്നി രാജ്യങ്ങൾ ഷിയ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തതുമായുള്ള ഒരു സാഹചര്യം അറബ് രാജ്യങ്ങളിലുള്ളത് പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ എളുപ്പത്തിൽ മുതലെടുക്കുകയാണ് എന്നുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. ബ്രൂട്ടൽ അറ്റാക്ക്, സിയോണിസ്റ്റിന്റെ ഈ ഒരു ബ്രൂട്ടൽ അറ്റാക്ക് ഞങ്ങളുടെ രാജ്യത്തിന്റെ 3 പ്രദേശങ്ങളെയാണ് ബാധിച്ചത്: ഫോഡോ, നട്ടാൻസ്, ഇസ്ഫഹാൻ. ദിസ് ആക്ഷൻ വിച്ച് വയലേറ്റ്സ് ഇന്റർനാഷണൽ റെഗുലേഷൻസ് അൺഫോർച്ചുനേറ്റ്ലി to place under the indifferences and even complicity of the International Atomic Energy Agency. ഇതൊരു ഇന്റർനാഷണൽ നിയമ ലംഘനമാണ്. എങ്കിൽ പോലും ഇവിടെ ഒരു ഇരട്ട തീരുമാനം, ഒരു ഇരട്ട വിധി, ഇരട്ടത്താപ്പ് നയമാണ് IAEA സ്വീകരിക്കുന്നത്. മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഇത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നമായി ഇത് മാറുമായിരുന്നു. അതേ പ്രശ്നം, അതേ ആക്രമണം ഇറാനിൽ സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്ന IAEA സംഘടനയെ ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ വളരെ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ചീഫ് പറഞ്ഞത് ഇതൊരു ഡേഞ്ചറസ് എസ്കലേഷൻ എന്നാണ്. ഇപ്പോൾ അമേരിക്ക നടത്തിയ ഈ ഒരു ആക്രമണവും അതിനുശേഷം ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുമെന്നൊക്കെ പറഞ്ഞതും ഒരു ഡേഞ്ചറസ് എസ്കലേഷൻ ആണ്. ഇനി അടുത്ത് ഇറാൻ ഒരു ആക്രമണം ചെയ്യും. ആ സമയത്ത് ലോകം ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചോദ്യവും ചോദിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അടിയന്തര യോഗം പെട്ടെന്ന് വിളിക്കണമെന്നുള്ള ഇറാന്റെ ഈ അഭ്യർത്ഥനയ്ക്ക് ഇവർ ചെവി ചായ്ക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഇതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. പക്ഷേ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തണമെന്ന് അമേരിക്കയോ ഇസ്രായേലോ പറഞ്ഞിരുന്നുവെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ മീറ്റിംഗ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ ചോദിച്ചത് ഇറാൻ ആയതുകൊണ്ട് ഒരല്പം ഡിലേ ആകുന്നുണ്ട്. ഇറാനെതിരെയുള്ള അറ്റാക്ക് ഇസ്രായേൽ ചെയ്തതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെയുള്ള അറ്റാക്ക് ഇറാനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ടെല്ലവീവ്, ഹൈഫ പോലുള്ള പ്രദേശങ്ങളിൽ വീണ്ടും പ്രശ്നത്തിന് ഇരയാകുന്നുണ്ട്. വീണ്ടും ഇസ്രായേലിന് ഒരു ആക്രമണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഇതിനുശേഷം എന്തൊക്കെ അപ്ഡേറ്റ് സംഭവിച്ചു എന്നുള്ളതെല്ലാം അടുത്ത ഭാഗത്തിലൂടെ കൃത്യമായി അറിയാം. ഇങ്ങനെയുള്ള വെരിഫൈഡ് ആയിട്ടുള്ള വാർത്തകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ വോയിസ് ഓഫ് വീക്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.